ഹലോ. സോ ഇന്ന് ഈ വീക്കിലെ ഫസ്റ്റ് ഡേ മൺഡേ. സോ ഇന്ന് രാവിലെ തൊട്ട് ഈ നേരം വരെ കുറേ പാക്കിംഗ് ചെയ്തു, ഐറ്റ്നറി ഒക്കെ ഉണ്ടാക്കി. ഇനി ഇപ്പോൾ ഐ എം ഗോയിങ് ഫോർ എ ഹെയർ കട്ട്. സോ ഹെയർ കളറും ചെയ്യും. മേ ബി ഇറ്റ്സ് എ 50-50. ഞാൻ അങ്ങനെ ഹെയർ കട്ട് ചെയ്യാനോ കളർ ചെയ്യാനോ ഒന്നും പുറത്തു പോകാറില്ല, എല്ലാം സ്വയമാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട് മുടി വെട്ടാൻ പോണേന്. ബിക്കോസ് എനിക്ക് അറിയില്ല അവരെങ്ങനെയായിരിക്കും വെട്ടാന്നൊക്കെ. അപ്പം ഞാൻ കുറേ റിസർച്ച് ഒക്കെ നടത്തി. ഐ ചൂസ് എ സലൂൺ, ട്രൈബ്. മമ്മിയും ഞാനും കൂടിയാണ് പോകുന്നത് ഇന്ന് മുടി വെട്ടാനായിട്ട്. സോ എന്താവും എങ്ങനെയാവും എന്ന് ഒന്നും അറിയില്ല. സോ പോയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മൾ മുടിയൊക്കെ വെട്ടി, ഞാൻ കളറൊക്കെ ചെയ്തു. മമ്മി എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം മുടി വെട്ടിയിട്ട്? ഇഷ്ടപ്പെട്ടില്ലേ? നല്ല സർവീസ്, നൈസ്. മമ്മി ഇങ്ങനെ കാണിക്ക. ഹായ് ഗൈസ്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ എന്തൊക്കെ കഴിച്ചു ഞാൻ പറയാം. ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ, ബർഗർ, പിന്നെന്താണ്, നൂഡിൽസ്, ചൈനീസ് ബോം, പിന്നെ മിൽക്ക് ഷേക്ക്, 3 കുപ്പി പെപ്സി, ലേസ്, അതും അടിച്ചല്ലോ. അപ്പൊ ഇന്ന് വെനസ്ഡേ ആണ്, ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട്. എന്താ, സോ അത് കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. ഇന്നിവിടെ പ്രയർ ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പൊ ദാ ഇപ്പോ പ്രയർ തുടങ്ങും. ആൻഡ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രയർ കഴിയുമ്പോഴത്തേക്കിനും കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്നൊരു കേക്ക് ഷോപ്പാണ്. അപ്പം അവരെനിക്കൊരു 8 മണിയാകുമ്പോഴത്തേക്കിനും കേക്ക് കൊണ്ടുതരും. ഞാൻ പ്രയറിന് പോവാണ്. പ്രയർ ഇവിടെ തന്നെയാ. അപ്പൊ ഞാൻ പ്രയറിന് പോയി കയറട്ടെ, എന്നിട്ട് വൈകിട്ട് കേക്ക് ഒക്കെ വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഗൈസ്, എല്ലാരും പോയി. ഇപ്പൊ കേക്ക് വരും. ഇവര് പപ്പ ഉണ്ടാക്കിയ ചപ്പാത്തി റാപ്പ് കഴിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ കേക്ക്. ഹായ് ഗൈസ്. ആദിക്ക് പൊക്ക കൂടി പോയതോട്ട് കാണില്ല. ഇതാണ് ഷോൺ, ഷീജു കുഞ്ഞമ്മയുടെ കസിനാണ്, കസിന്റെ മോനാണ്. ഇത് ആദി. ആൻഡ് ഈ താമര ഷീജു കുഞ്ഞമ്മ നട്ട് വളർത്തി ഉണ്ടാക്കിയതാണ്. നമ്മളപ്പോ പ്രയർ ഒക്കെ കഴിഞ്ഞ് ഇവര് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇവര് ഇവിടെ കൊണ്ടാക്കി. ഇനി വി ആർ ഗോയിങ് ബാക്ക്. യാ ഗൈസ്, ആക്ച്വലി ഇന്ന്
എന്റെ പള്ളിയിലെ ബഡീസ് സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാ. ഇവിടെ നല്ല മാർക്കോടുകൂടി പാസ്സായി ഞങ്ങൾക്ക് വിഷമില്ല. എന്താ ഇവിടെ നടക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ. मेरी जिंदगी सवारी मुझको गले ഷിജു നോക്ക്. അജു ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ മഴവന്നൂര് പോവാണ് വലിയമ്മയുടെ അടുത്ത്. അപ്പൊ ഇപ്പൊ ഒരു ഷോപ്പില് നമ്മള് രാത്രിത്തേക്കിന് കഴിക്കാൻ ഡിന്നർ മേടിക്കാൻ കയറിയിരിക്കുകയാണ്. സോ പപ്പ മേടിക്കാൻ പോയി, ഞാനിങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നു. ഓ, കളർ ചെയ്തൊക്കെ കാണാല്ലേ കുറച്ചൊക്കെ. ഓക്കെ, സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പോലും പറ്റണില്ല. ബട്ട് ദെൻ സംഹൗ ഐ എം മാനേജിങ് എല്ലാം. യാ, സോ സീ യു. വലിയ ബിസ്ക്കറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ ഗായ്സ്? അപ്പൊ നമ്മള് പള്ളി കഴിഞ്ഞപ്പോ വന്നു വീട്ടില്. ഇനി നമ്മൾ ലഞ്ചിന് പോവാം. അപ്പൊ ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചു മമ്മിക്ക് വേണ്ടി, മദേഴ്സ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കത് കൊണ്ട് കൊടുക്കാം. ആക്ച്വലി മൊത്തം അലമ്പാണ് അടുത്ത്, എന്നാലും ഇറ്റ്സ് ഓക്കെ. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ലഞ്ചിന് പോവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഐലൈനറും എല്ലാം പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ടൊന്നും ഇല്ല ആക്ച്വലി ഇടാനായിട്ട്. Guys, we have fried rice, chicken, fish, cauliflower, pork and prawns. മെയിനായിട്ടും ഈ വീക്കിൽ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ കാണാൻ പോയി, ഹെയർ വെട്ടാൻ കളർ ചെയ്യാനൊക്കെ പോയി, പിന്നെ
പാക്കിംഗ് ആണ് മെയിനായിട്ടും, പാക്കിംഗ്, ഷോപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അതൊന്നും എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല, ബിക്കോസ് സത്യമായിട്ടും എനിക്ക് അതിനുള്ള ആരോഗ്യമില്ലായിരുന്നു. ഹെൽത്ത് ഇസ് വെൽത്ത്. സോ ഹെൽത്തും ഇല്ല വെൽത്തും ഇല്ലാണ്ടിരിക്കണോണ്ട് ഇറ്റ് വാസ് എ ടഫ് ടൈം. ബട്ട് എനിവേസ് യാ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാം ഈ വീക്കിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് അപ്പം അത്രയേ ഉള്ളൂ. ബൈ.